താത്താൻ്റെ വീട്ടിൽ വിരുന്ന് കഴിഞ്ഞ് ഇനി പോകുന്നത് മൂത്തമ്മാൻ്റെ വീട്ടിലേക്കാണ്. വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഞങ്ങൾ മൂത്തമ്മാൻ്റെ മകളുടെ വീട്ടിലേക്ക് കയറി, അതായത് മൂത്ത താത്താൻ്റെ വീട്ടിലേക്ക്. അവിടെ ചെന്നപ്പോൾ കറണ്ട് ഉണ്ടായിരുന്നില്ല. താത്ത വെള്ളമൊക്കെ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കുടിച്ച് ഞങ്ങൾ കുറച്ച് നേരം സുറ പറഞ്ഞ് അവിടെ നിന്ന്. തനിമോള് പിന്നെ ഇവിടെയും ഉറക്കത്തിലാണ്. ഇവിടെ നിന്ന് കുറച്ച് പോയാൽ മൂത്തമ്മാൻ്റെ വീട്ടിലേക്ക് എത്തി. അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. ഒരു പാടത്തൂടെ വേണം പോകാനായിട്ട്. അവിടെ കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ ഒരു മാവ് നിറച്ച് മാങ്ങ നിൽപ്പുണ്ടായിരുന്നു. കുറെ നിലത്ത് വീണ് കിടപ്പുണ്ടായിരുന്നു. അപ്പൊ കുറച്ച് ഞാൻ പെറുക്കി. മാങ്ങയൊന്നും ആരും നോക്കുന്നില്ല എന്ന് തോന്നുന്നു. ഞാൻ എറിഞ്ഞു കുറച്ച് വീഴ്ത്താനായിട്ട് ശ്രമിച്ചു. ആദ്യം എന്റെ ഊഴ. മാങ്ങ എന്തായാലും ഞാൻ വിളിച്ചാൽ വരില്ല എന്നും പറഞ്ഞ് നിൽക്കുകയാണ്. ഇനി ഇത്താത്താന്റെ ഊഴാണ്. അവളുടെ ഏറിലും മാങ്ങ വീഴുന്ന ലക്ഷണമില്ല. കുറച്ച് സ്നാക്സും അതുപോലെ ചോക്ലേറ്റ്സ് ഒക്കെ വാങ്ങി കയ്യിൽ വെച്ചതിന് ശേഷം ഞങ്ങൾ ഇതാ നേരെ മൂത്തമ്മാന്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇത് മൂത്തമ്മാന്റെ പേരക്കുട്ടിയാണ് കേട്ടോ. അതായത് എന്റെ സിസ്റ്ററിന്റെ കുട്ടി. മൂത്തമ്മ നല്ല ബിരിയാണിയൊക്കെ വെക്കുന്ന തിരക്കിലാണ് ഞങ്ങൾ വരികയാണ് എന്നൊക്കെ അറിഞ്ഞു. ബിരിയാണി ആയതിനു ശേഷം ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് കള്ളനും പോലീസും കളിക്കാനായിട്ട് ഇതൊക്കെ കഴിഞ്ഞ് കുട്ടികൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പൊ അവർക്ക് എല്ലാവർക്കും കൂടി ഇരുന്ന് ചോറൊക്കെ കൊടുക്കുക. ഞങ്ങൾ എല്ലാവരും കൂടി നിലത്തിരുന്ന് എല്ലാവരും ഒരുമിച്ചിരുന്ന് ബിരിയാണിയൊക്കെ. ഇനി കുട്ടികളുടെ കലാപരിപാടിയാണ്. കുട്ടികൾ നല്ല കളിയിലാണ്. പാട്ട് കേട്ട് ഡാൻസ് കളിക്കുന്ന തിരക്കിൽ. ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ.